അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 26-ാമത്തെ അധ്യായം നവരാത്ര വിധി കഥനം എന്ന രീതിയിൽ അതിൽ ആദ്യത്തെ 12 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധ അഥ ഷഡ്വിംശോऽധ്യായ. ജനമേജയ ഉവാച നവരാത്രേ തു സംപ്രാപ്തേ കിം കർത്തവ്യം ദ്വിജോത്തമ വിധാനം വിധിവൽ ബ്രൂഹി ശരത്കാലേ വിശേഷതാ. കിം ഫലം ഖലു കസ്തത്ര വിധി കാര്യോ മഹാമതേ ഏതദ്വിസ്തരതോ ബ്രൂഹി കൃപയാ ദ്വിജസത്തമ. വ്യാസ ഉവാച ശൃണുരാജൻ പ്രവക്ഷ്യാമി നവരാത്രവ്രതം ശുഭം ശരത്കാലേ വിശേഷേണ കർത്തവ്യം വിധിപൂർവകം വസന്തേ ച പ്രകർത്തവ്യം തഥൈവ പ്രേമപൂർവകം ദ്വാവൃതു യമദംഷ്ട്രാഘ്യൗ നൂനം സർവജനേഷു വൈ ശരദ്വസന്തനാമാനൗ ദുർഗമൗ പ്രാണിനാമിഹ തസ്മാദ് യജ്ഞാദിതം കാര്യം സർവത്ര ശുഭമിച്ഛതാം. ദ്വാവേവ സുമഹാഘോരാവൃതു രോഗകരൗ നൃണാം വസന്തശരദാവേവ സർവനാശകരാവുഭൗ തസ്മാൽ തത്ര പ്രകർത്തവ്യം ചണ്ഡികാപൂജനം ബുധൈ ചൈത്രാശ്വിനേ ശുഭേ മാസേ ഭക്തിപൂർവം നരാധിപ. അമാവാസ്യാം ച സംപ്രാപ്യ
സംഭാരം കൽപ്പയേച്ഛുഭം ഹവിഷ്യം ചാശനം കാര്യമേകഭുക്തം തു തദ്ദിനെ മണ്ഡപസ്തു പ്രകർത്തവ്യ സമേ ദേശേ ശുഭേ സ്ഥലേ ഹസ്ത ഷോഡശമാനേന സ്തംഭധ്വജ സമന്വിത ഗൗരമൃത് ഗോമയാഭ്യാം ച ലേപനം കാരയേത്തതാ തന്മധ്യേ വേദികാ ശുഭ്രാ കർത്തവ്യാ ച സമാ സ്ഥിരാ ചതുർഹസ്താ ച ഹസ്തോച്ഛ്രാ പീഠാർത്ഥം സ്ഥാനമുത്തമം തോരണാനി വിചിത്രാണി വിതാനം ച പ്രകൽപ്പയേൽ രാത്രൗ ദ്വിജാനധാമന്ത്ര്യ ദേവീ തത്വവിശാരദാൻ ആചാരനിരതാൻ ദാൻ വേദവേദാംഗപാരഗാൻ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ ശ്രീ മഹാകാള്യൈ നമഃ ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ ശ്രീ ജഗദംബികായൈ നമഃ സദാ സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 26-ാമത്തെ അധ്യായം 1-ാമത്തെ ശ്ലോകം മുതൽ 12 കൂടിയുള്ള ശ്ലോകങ്ങളുടെ പരിഭാഷ ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദപത്മങ്ങളിൽ സാദരം സവിനയം ഭക്തിപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജനമേജയം പറഞ്ഞു. നവരാത്രി വന്നണഞ്ഞാൽ എന്തു ചെയ്തിടേണം, ശരത്കാലത്തെന്തു വേണമെന്നും പറഞ്ഞിടണേ. പൂജ കൊണ്ടു ഫലമെന്ത് എങ്ങിനെ നടത്തിയിടണം, മഹാമതേ വിസ്തരിച്ചു പറഞ്ഞിടണേ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു. നവരാത്ര വിധി ചൊല്ലാം വിശേഷിച്ചും ശരത്കാലം വിധി പോലെ ചെയ്യേണ്ടുന്ന പൂജാവിധികൾ. വസന്തത്തിലുമീതിനെ നടത്തേണം കാലതന്ത്രമെന്നറിയൂ. ഇവ രണ്ടും ജനദോഷം താൻ, ഇവ രണ്ടും സകലർക്കും ക്ലേശത്തെ നൽകുന്ന കാലം. ശുഭേച്ഛുക്കൾ ദേവി പൂജ നടത്തിയിടണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മഹാരോഗം വരും ഇരുകാലത്തിലും ഇവ രണ്ടും സർവനാശം വരുത്തിയിടും, സംശയം വേണ്ട. അതിനാലെ ചണ്ഡികയെ
ഇക്കാലത്തു പൂജിക്കേണം ചൈത്രവും ആശ്വിനവും നൽ കാലമെന്നോർക്കൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമാവാസി തുടങ്ങിയാൽ പൂജയ്ക്കായി ഒരുങ്ങേണം. ആ ദിവസമൊരു നേരം മാത്രം ഭക്ഷണം. സമമായി ശുദ്ധിയായി മണ്ഡപത്തിനു വിസ്താരവോ 16 മുഴം ധ്വജം സ്തംഭവും വേണം. വെള്ളമണ്ണും ചാണകവും മെഴുകേണം. നടുവിലായി ശുഭ്രമായ വേദിയൊന്നു നിർമ്മിച്ചിടേണം. 4 മുഴം വീതി നീളം, 1 മുഴം ഉയരവും, പീഠം വയ്ക്കാൻ തോരണാദി അലങ്കാരവും. ദേവീ തത്വം അറിവുള്ള വേദജ്ഞരാം ബ്രാഹ്മണരെ രാത്രി തന്നെ യജ്ഞത്തിനായി ക്ഷണിച്ചിടേണം. അമ്മേ ദേവി അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 295 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 26 അധ്യായത്തിൽ 1 ശ്ലോകം മുതൽ 12 കൂടിയുള്ള 12 ശ്ലോകങ്ങളെയാണ് നമ്മളിന്ന് വിചാരം ചെയ്യുന്നത്, അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. ഈ അധ്യായം നവരാത്രവിധി എങ്ങനെയാണ്, നവരാത്രി എങ്ങനെ നമ്മൾ ആചരിക്കണം, അനുഷ്ഠിക്കണം എന്നുള്ളതിനെ പറഞ്ഞു തരുന്നതാണ്. ജനമേജയൻ്റെ ചോദ്യവും അതിന് വേദവ്യാസൻ നൽകുന്ന മറുപടിയുമാണ് ഈ ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ജനമേജയ ഉവാച നവരാത്രേ തു സംപ്രാപ്തേ
കിം കർത്തവ്യം ദ്വിജോത്തമ വിധാനം വിധിവൽ ബ്രൂഹി ശരത്കാലേ വിശേഷത. ഇവിടെ ജനമേജയൻ ചോദിക്കുകയാണ്, ഹേ ബ്രാഹ്മണോത്തമ, വേദവ്യാസനെ, ഹേ ദ്വിജോത്തമ, നവരാത്രേതു സംപ്രാപ്തേ കിം കർത്തവ്യം, നവരാത്രി ആരംഭിച്ചാൽ, നവരാത്രി വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഒരാളുടെ കർത്തവ്യം? വിധാനം വിധിവൽ ബ്രൂഹി, അതിൻ്റെ വിധാനങ്ങളെ, പൂജാവിധാനങ്ങളെ, ആ പ്രത്യേകിച്ചും ശരത്കാലേ വിശേഷത, ശരത്കാലത്തിലുള്ള നവരാത്രി കാലത്ത് അതിൻ്റെ വിധാനം എന്താണ്, വിധിയനുസരിച്ച് അതിനെ, ആ പൂജാക്രമങ്ങളെ, പൂജാവിധാനങ്ങളെ പറഞ്ഞു തരണേ. കിംഫലം ഖലു കസ്തത്ര വിധി കാര്യോ മഹാമതേ, ഈ പൂജ കൊണ്ടുണ്ടാകുന്ന ഫലം എന്താണ്, പ്രയോജനം എന്താണ്? ഏതദ് വിസ്തരതോ ബ്രൂഹി കൃപയാ ദ്വിജസത്തമ, ഹേ ബ്രാഹ്മണോത്തമ, ബുദ്ധിമാനായിരിക്കുന്ന ഹേ വിപ്ര, അങ്ങ് ഇതിനെക്കുറിച്ച് ദയവായി പറഞ്ഞു തരൂ. കൃപയാ ഏതദ് വിസ്തരതോ, അതിനെ വിസ്തരിച്ച് പറഞ്ഞു തരൂ. വേദവ്യാസൻ ഇത് കേട്ടിട്ട് പറഞ്ഞു, ശൃണുരാജൻ പ്രവക്ഷ്യാമി, ഹേ രാജാവേ പറഞ്ഞു തരാം. എന്ത്? നവരാത്രവ്രതം ശുഭം, നവരാത്രിയുടെ വ്രതം എങ്ങനെ വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ശരത്കാലേ വിശേഷേണ കർത്തവ്യം വിധിപൂർവകം. ഇങ്ങോട്ട് ചോദിച്ചതിന് അതേപോലെ തന്നെ മറുപടിയാണ്. വിശേഷമായിട്ട് ശരത്കാലത്ത് എങ്ങനെ വേണം, അതിൻ്റെ കർത്തവ്യം എന്താണ്, അത് വിധിയനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. എന്താണെന്ന് കേട്ടോളൂ. ശൃണു, കേട്ടോളൂ. വസന്തേജ പ്രകർത്തവ്യം തഥൈവ പ്രേമപൂർവകം. ശരത്കാലത്തിൽ മാത്രമല്ല, വസന്തത്തിലും എന്തു വേണം? നവരാത്ര പൂജ അതേപോലെ തന്നെ ഭക്തിപൂർവ്വം നടത്തണം. ശരത്കാലത്തിൽ വേണം, അതേപോലെ തന്നെ വസന്തത്തിലും വേണം. കാരണം ഈ രണ്ട് ഋതുക്കളെ കാലദംഷ്ട്രം എന്നാണ് പറയുക. അപ്പോൾ കാലൻ്റെ ആ ദംഷ്ട്രകൾ എന്നുള്ളത് പോലെ ഇത് സകല ജനങ്ങളെയും, നൂനം സർവജനേഷു വൈ ദ്വാവൃതു, ആ രണ്ട് തരത്തിലുള്ള ഈ കാലഘട്ടവും, ഈ രണ്ട് ഋതുക്കളും, വസന്ത ഋതുവും ശരത്കാലവും, ആ രണ്ട് ഋതുക്കൾ നമ്മളെ ബാധിക്കും, എല്ലാവരെയും ബാധിക്കും. ശരത് വസന്തനാമാനോ ദുർഗമോ പ്രാണിനാമിഹ, ശരത്ത് എന്നും വസന്തം എന്നും പേരുള്ള രണ്ട് ഋതുക്കളും സകല പ്രാണികൾക്കും ക്ലേശം നൽകുന്നതാണ്. ആപതിയും കരണീയം സ്മരണീയം ചരണയുഗളം അമ്പായാം, അല്ലേ? ആപത്ത് വരുമ്പോൾ അമ്മയുടെ ആ പാതാരവിന്ദങ്ങളെ സ്മരിക്കണം. ഈ രണ്ട് സമയവും വലിയ ആപത്ത് ഉള്ള സമയങ്ങളാണെന്നാണ്, വസന്ത ഋതുവും ശരത്കാലവും. തസ്മാത് യജ്ഞാദിതം കാര്യം സർവത്ര ശുഭമിച്ഛത. അതുകൊണ്ട് ശുഭം ആഗ്രഹിക്കുന്ന ആളുകൾ, ശുഭേച്ഛുക്കളായിട്ടുള്ള ആളുകൾ ഈ കാലത്ത് ദേവീ പൂജയിൽ തൽപരാവണം. ആ ഭഗവതിയെ, ആ അമ്മയെ ആരാധിക്കണം എന്ന് പറയുന്നു. ദ്വാവേവ സുമഹാഘോരാവൃതു രോഗകരൗ നൃണാം. മനുഷ്യർക്ക് എന്താണ്? ഈ രണ്ട് ഋതുക്കളും മഹാരോഗങ്ങളെ ഉണ്ടാക്കുന്നതാണ്. വസന്ത ശരദാവേവ സർവനാശകരാവുഭൗ. രണ്ടും തന്നെ, ഈ ശരത് വസന്തങ്ങൾ നമുക്ക് സർവനാശം വരുത്തുന്നതാണ് എന്ന് മനസ്സിലാക്കൂ. അതുകൊണ്ട് എന്തു വേണം? തസ്മാത് തത്ര പ്രകർത്തവ്യം, പ്രകർഷേണയുള്ള കർത്തവ്യമാണിത്. അതുകൊണ്ട് അറിവുള്ള ആളുകൾ, ചണ്ഡികാപൂജനം ബുധൈഹി, ബുധന്മാര്, അറിവുള്ള ആളുകൾ ചണ്ഡികയെ പൂജിക്കണം എന്ന് പറയുന്നു. ചൈത്ര അശ്വിനോ ശുഭേ മാസേ ഭക്തിപൂർവം നരാധിപ. അതേപോലെ ഭക്തിപൂർവം ചണ്ഡികാപൂജ നടത്താൻ യോജിച്ച 2 മാസങ്ങളാണ് ചൈത്രവും ആശ്വിനവും. അത് ഏറ്റവും ശുഭകരമായിട്ടുള്ള മാസങ്ങളാണ്. അശുഭകരങ്ങളായിട്ടുള്ള 2 ഋതുക്കളാണ് വസന്തവും ശരത്തും. ഈ സമയത്തും ഭഗവതിയെ പൂജിക്കണം. അമാവാസ്യാം ച സംപ്രാപ്യ, അമാവാസി തുടങ്ങിയാൽ പൂജ നടത്താനുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതാണ്. സംഭാരം കൽപ്പയെ ശുഭം, അതിനുള്ള വേണ്ട സാധനങ്ങളൊക്കെ ഏർപ്പാടാക്കുക. ഹവിഷ്യം ചാശനം കാര്യമേകഭുക്തം തു തദ്ദിനെ. അമാവാസിയുടെ അന്ന്, ആ ദിവസം എന്തു വേണം? ഒരു നേരം മാത്രം അരിഭക്ഷണം, ഹവിഷ്യന്നം മാത്രം ഭക്ഷിക്കുക, അത്രേ പാടുള്ളൂ എന്നാണ്. ഒരിക്കൽ വേണം എന്ന് നമ്മുടെ രീതിയിൽ പറയാം. അപ്പോൾ അമാവാസിയുടെ അന്ന് ഒരിക്കൽ, വെളുത്ത പക്ഷത്തിലെ പ്രഥമ മുതൽ ആണ് നവരാത്ര വ്രതം ആരംഭിക്കുക, അല്ലേ?
എന്നിട്ടോ മണ്ഡപസ്തു പ്രകർത്തവ്യ സമേ ദേശേ ശുഭേ സ്ഥലേ, ഏറ്റവും ശുഭകരമായിരിക്കുന്ന സ്ഥലത്ത് സമേദേശേ സമമായ ആ നിരപ്പുള്ള സ്ഥലത്ത് ഒരു മണ്ഡപം നിർമ്മിക്കണം. ഇതിൻ്റെ വലിപ്പം എത്രയാണെന്ന് പറയുന്നത്? ഹസ്തഷോഡശമാനേന സ്തംഭധ്വജ സമന്വിത, 16 മുഴം വിസ്താരം ഉണ്ടാവണം. ഹസ്തഷോഡശമാനേന. പിന്നെയോ അതല്ല, ഇനി 21 മുഴമാവാം എന്നും സങ്കല്പമുണ്ട്. അതിനെന്തു വേണം? സ്തംഭധ്വജ സമന്വിതം, തൂണും വേണം, ധ്വജവും ഉണ്ടായിരിക്കണം, കൊടിക്കൂറയും ഉണ്ടായിരിക്കണം. പിന്നെയോ ഗൗരമൃത് ഗോമയാഭ്യാം ചാലേപനം കാരയേത്തത. ഗൗരമൃത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്ത മണ്ണ്, അതും അതുപോലെ ഗോമയം ചാണകം രണ്ടും കൂടി ചേർത്തിട്ട് ഒരു ലേപനമാക്കിയിട്ട് അതുകൊണ്ട് മെഴുകുക, എന്നിട്ട് ശുദ്ധാക്കുക. തന്മധ്യേ വേദികാ ശുഭ്ര കർത്തവ്യാച്ച സമാസ്ഥിര. അതിൻ്റെ മധ്യഭാഗത്ത് ഈ മണ്ഡപത്തിൻ്റെ നടുവിലായിട്ട് ശുഭ്രമായ സ്ഥിരമായ സമമായ ഒരു വേദി ഒരുക്കുക. ആ വേദിയുടെ വലിപ്പം എത്രയാ? ചതുർഹസ്താച ഹസ്തോജ്രാപീഠാർത്ഥം സ്ഥാനമുത്തമം. ആ വേദിക്ക് 4 മുഴം വീതി, 4 മുഴം നീളം, 1 മുഴം ഉയരം. അങ്ങനെയാണ്. പീഠം വയ്ക്കാനാണ്, ഭഗവതിയുടെ പീഠം വയ്ക്കാനുള്ള സ്ഥാനമാണത്. അത് തോരണാണി വിചിത്രാണി വിതാനം ച പ്രകൽപ്പയിൽ. അത് തോരണങ്ങളെ കൊണ്ടും മറ്റുമൊക്കെ അലങ്കരിക്കണം, നല്ല ഭംഗിയാക്കണം. എന്നിട്ടോ രാത്രൗ ദ്വിജാനധാമന്ത്ര്യാ ദേവീതത്വവിശാരദാൻ. ദേവീതത്വം അറിവുള്ള ആചാരനിഷ്ഠരായിരിക്കുന്ന വേദാംഗങ്ങളിൽ അഗാധ ജ്ഞാനമുള്ള ആചാരനിരതാൻ ദാന്താൻ വേദാംഗപാരകാൻ, അങ്ങനെയുള്ള ബ്രാഹ്മണരെ അന്ന് രാത്രി തന്നെ, അമാവാസിയുടെ അന്ന് രാത്രി തന്നെ യജ്ഞത്തിനായിട്ട് യജ്ഞാർത്ഥം അവരെ ക്ഷണിക്കണം. ദ്വിജാനധാമന്ത്രിയ, അവരെ ക്ഷണിക്കണം എന്നും പറയുന്നു. അങ്ങനെയുള്ള ആ 12ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. നാളെ 13ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് ആരംഭിക്കാം. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമഃ. ഒഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.